ഫോൺ ശല്യമായിരുന്നോ? ശല്യമായിരുന്നു. എന്താണ് ഇവരൊക്കെ വിളിച്ചിട്ട് പറയുന്നത്? ആദ്യം പയ്യൻ വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. ഷബിനല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ പേര് അറിഞ്ഞു തരാത്ത നമ്പർ. ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരറിഞ്ഞു. അപ്പം മനസ്സിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തി അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കും പറഞ്ഞു. കുറെ കോളുകൾ വന്നോ? 2-3 കോൾ വന്നു. പിന്നെ വരുന്ന കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സാറ് എടുക്കണ്ട, പിന്നെ റെയിൽവേ സ്റ്റാർ ഷെർണൂരിൽ വിളിച്ചിട്ട് സാറ് പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. ഷബന ഇത് ആര് ചെയ്തതാണെന്നാണ് ഷബനയുടെ സംശയം? പേര് പറയണ്ട. എനിക്ക് സംസാരത്തിലായിട്ട് ഒരു കണ്ണൂർ വ്യക്തിയുണ്ട്, ഒരു ഹോം നേഴ്സ്. അവരാണ് കൂടുതൽ. പക്ഷെ അവരെ വീട് കണ്ണൂരാണ്. ഒരു വടകര ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒരു വിരോധം ഉണ്ടായിരുന്നോ ഷബനയോട്? ഉണ്ട്. ഓക്കെ, അപ്പൊ അയാൾ ഈ വിരോധം തീർക്കാൻ ഇതൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് എന്നാണ് ഷബനയുടെ സംശയം. ഒരു സ്ത്രീയാണ്. സ്ത്രീയാണോ? ഇവരെ നേരത്തെ ഞാൻ ഈ വടകരയുള്ള ടീമിനെ ഞാൻ പരിചയമില്ല. 15 വർഷം മുമ്പ് പരിചയമുള്ളതാണ്. മനസ്സിലായി. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടുള്ള വൈരാഗ്യം തീർക്കാൻ ഒരു തീവണ്ടിയുടെ ശുചിമുറിയിൽ ടോയ്ലറ്റിൽ അവരുടെ പേര് എഴുതി വെക്കുക. എന്നിട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ രാത്രി ഹലോ ഷബിനയാണോ, ഞങ്ങൾക്ക് ജോലി വേണമല്ലോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുക. ജോലി ഷബനയുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. എഴുതി വെച്ച ആളും കൊള്ളാം, അത് വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും കൊള്ളാം. എന്തൊരു മനോനിലയാണെന്നേ നമ്മുടെ ചുറ്റും. മനുഷ്യർക്ക് ഇത്ര ദാരിദ്ര്യമാണോ പ്രണയത്തിനും ഈ പറയുന്ന സൗഹൃദങ്ങൾക്കുമെല്ലാം?